സ്നേഹമുള്ള ഈശോയെ, അങ്ങ് തന്ന ഈ പ്രഭാതത്തിൻ്റെ ആദ്യ നിമിഷങ്ങളിൽ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. കഴിഞ്ഞ രാത്രിയിൽ അങ്ങ് നൽകിയ അനുഗ്രഹങ്ങൾക്ക് ഞാൻ നന്ദി പറയുന്നു. എൻ്റെ ശരീരവും ആത്മാവും ഇവയുടെ എല്ലാ കഴിവുകളും ഇന്നത്തെ എൻ്റെ എല്ലാ പ്രവൃത്തികളും പ്രാർത്ഥനകളും സന്തോഷങ്ങളും സങ്കടങ്ങളും വിചാരങ്ങൾ പോലും പരിശുദ്ധ മറിയത്തിൻ്റെ വിമല ഹൃദയം വഴി എൻ്റെ പ്രത്യേക മധ്യസ്ഥരായ വിശുദ്ധരുടെ യോഗ്യതകളോടുകൂടെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. എൻ്റെ എല്ലാ ഉദ്യമങ്ങളെയും അങ്ങ് ആശീർവദിക്കണമേ. പ്രവൃത്തികളെ അങ്ങ് നിയന്ത്രിക്കണമേ. അങ്ങേ തിരുരക്തത്തിൽ പൊതിഞ്ഞ് എന്നെ സൂക്ഷിക്കണമേ. അങ്ങേ സ്നേഹത്തിൽ നിന്ന് ഒരു ശക്തിക്കും എന്നെ അകറ്റാൻ കഴിയാതിരിക്കട്ടെ. ഞാനിന്ന് ബന്ധപ്പെടുന്ന എല്ലാവരിലും അങ്ങയുടെ സ്നേഹം പകർന്നു കൊടുക്കുവാൻ കൃപ തരണമേ. ഞാൻ കാണുന്ന എല്ലാറ്റിനെയും അങ്ങ് ആഗ്രഹിക്കുന്നത് പോലെ കാണുവാൻ സാധിക്കട്ടെ. ഞാനിന്ന് മരിക്കുവാൻ അങ്ങ് തിരുമനസ്സാകുന്നെങ്കിൽ അങ്ങേ തിരുമുഖം കാണുവാൻ എനിക്കിടയാക്കണമേ. സ്നേഹമുള്ള ഈശോയെ, എൻ്റെ മാതാപിതാക്കളെയും സഹോദരീ സഹോദരന്മാരെയും സ്നേഹിതരെയും ഗുരുജനങ്ങളെയും ഉപകാരികളെയും എൻ്റെ പ്രാർത്ഥന ആഗ്രഹിക്കുന്ന ഏവരെയും അങ്ങ് അനുഗ്രഹിക്കണമേ. അവരെയെല്ലാം അങ്ങയോടുള്ള ഐക്യത്തിൽ സദാ കാത്തുകൊള്ളണമേ. ആധ്യാത്മികവും ശാരീരികവുമായ അനുഗ്രഹങ്ങൾ അവർക്ക് നൽകണമേ. വേദനയിൽ സഹനശക്തിയും അപകടങ്ങളിൽ ധൈര്യവും രോഗത്തിൽ ശാന്തിയും പ്രയാസങ്ങളിൽ സന്തോഷവും കൊടുത്തനുഗ്രഹിക്കണമേ. ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് നിത്യശാന്തി നൽകണമേ. ഇന്ന് മരിക്കാനിരിക്കുന്നവർക്ക് അങ്ങയുടെ സ്നേഹത്തിന്റെ ശക്തി കാണിച്ചു കൊടുക്കണമേ. പ്രലോഭനങ്ങളിൽ അകപ്പെടുന്നവർക്ക് കരുണയും പുണ്യജീവിതം നയിക്കുന്നവർക്ക് സ്ഥിരതയും കൊടുക്കണമേ. സഭയെയും രാഷ്ട്രത്തെയും അനുഗ്രഹിക്കണമേ. എൻ്റെ കാവൽ മാലാഖയെ ദൈവത്തിന്റെ കൃപയാൽ അങ്ങേക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന എന്നെ ഈ ദിവസം മുഴുവനും സ്നേഹപൂർവം കാത്തു സൂക്ഷിക്കുകയും നിരന്തരം പരിപാലിക്കുകയും ചെയ്യണമേ. ആമേൻ. ഇന്ന് മാർച്ച് 10 ചൊവ്വാഴ്ച. ഇന്നത്തെ വായനകൾ: ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിനുള്ള വായന 3-ാം അധ്യായം 24 മുതലുള്ള തിരുവചനങ്ങൾ. നബൂഖദ്നേസർ പരിഭ്രമിച്ച് പിടഞ്ഞെഴുന്നേറ്റു. തന്റെ ഉപദേശകന്മാരോട് അവൻ ചോദിച്ചു, 3 പേരെയല്ലേ നാം ബന്ധിച്ച് തീയിലെറിഞ്ഞത്? അതേ രാജാവേ, അവർ പറഞ്ഞു. രാജാവ് പറഞ്ഞു, എന്നാൽ അഗ്നിയുടെ നടുവിൽ ബന്ധനം കൂടാതെ 4 പേർ നടക്കുന്നത് ഞാൻ കാണുന്നു. അവർക്ക് ഒരു ഉപദ്രവവും ഏറ്റിട്ടില്ല. 4-മത്തവൻ കാഴ്ചയിൽ ദേവകുമാരനെ പോലെയിരിക്കുന്നു. ജ്വലിക്കുന്ന തീച്ചൂളയുടെ വാതിൽക്കലെത്തി നബൂഖദ്നേസർ പറഞ്ഞു, ഷദ്രാക്ക്, മെഷാക്ക്, അബദ്നെഗോ, അത്യുന്നതനായ ദൈവത്തിന്റെ ദാസന്മാരെ നിങ്ങൾ പുറത്തു വരുവീൻ. അവർ അഗ്നിയിൽ നിന്ന് പുറത്തു വന്നു. പ്രധാന ദേശാധിപന്മാരും സ്ഥാനപതികളും നാടുവാഴികളും രാജാവിന്റെ ഉപദേശകരും വന്നുകൂടുകയും ആ 3 മേൽ അഗ്നിക്ക് ഒരു ശക്തിയും ഉണ്ടായിരുന്നില്ലെന്ന് കാണുകയും ചെയ്തു. അവരുടെ തലമുടി കരിയുകയോ വസ്ത്രത്തിന് കേടുപറ്റുകയോ അവർക്ക് തീയുടെ ഗന്ധം ഏൽക്കുകയോ ചെയ്തില്ല. നബൂഖദ്നേസർ പറഞ്ഞു, ഷദ്രാക്കിന്റെയും മെഷാക്കിന്റെയും അബദ്നെഗോയുടെയും ദൈവം വാഴ്ത്തപ്പെടട്ടെ. സ്വന്തം ദൈവത്തെ അല്ലാതെ മറ്റൊരു ദേവനെയും ആരാധിക്കുകയോ സേവിക്കുകയോ ചെയ്യുന്നതിനേക്കാൾ സ്വശരീരങ്ങളെ പീഡനത്തിന് വിട്ടുകൊടുക്കുന്നതിനും രാജകൽപ്പനയെപ്പോലും അവഗണിക്കുന്നതിനും തക്കവിധം തന്നിൽ ആശ്രയിച്ച തന്റെ ദാസന്മാരെ അവിടുന്ന് സ്വന്തം ദൂതനെ അയച്ച് മോചിപ്പിച്ചുവല്ലോ. അതുകൊണ്ട് ഞാനിതാ ഒരു കൽപ്പന പുറപ്പെടുവിക്കുന്നു. ഷദ്രാക്കിന്റെയും മെഷാക്കിന്റെയും അബദ്നെഗോയുടെയും ദൈവത്തിനെതിരെ എന്തെങ്കിലും പറയുന്ന ജനതകളെയും ജനപദങ്ങളെയും ഭാഷക്കാരെയും കഷണം കഷണമായി ചീന്തിക്കളയും. അവരുടെ ഭവനങ്ങൾ നിലം പരിചാക്കും.
എന്തെന്നാൽ ഈ വിധത്തിൽ രക്ഷിക്കാൻ കഴിവുള്ള വേറൊരു ദേവനില്ല. രാജാവ് ശദ്രാക്കിനെയും മെശാക്കിനെയും അബദ്നെഗോയെയും ബാബിലോൺ പ്രവിശ്യയിൽ ഉന്നത സ്ഥാനങ്ങളിൽ നിയമിച്ചു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 21 മുതലുള്ള വാക്യങ്ങൾ. അപ്പോൾ പത്രോസ് മുന്നോട്ട് വന്ന് അവനോട് ചോദിച്ചു, കർത്താവേ, എന്നോട് തെറ്റ് ചെയ്യുന്ന എന്റെ സഹോദരനോട് ഞാൻ എത്ര പ്രാവശ്യം ക്ഷമിക്കണം? 7 പ്രാവശ്യമോ? യേശു അരുളി ചെയ്തു, 7 എന്നല്ല, 7 70 പ്രാവശ്യമെന്ന് ഞാൻ നിന്നോട് പറയുന്നു. സ്വർഗരാജ്യം തന്റെ സേവകന്മാരുടെ കണക്ക് തീർക്കുവാൻ ആഗ്രഹിച്ച ഒരു രാജാവിന് സദൃശ്യം. കണക്ക് തീർക്കാൻ ആരംഭിച്ചപ്പോൾ 10,000 താലന്ത് കടപ്പെട്ടിരുന്ന ഒരുവനെ അവർ അവന്റെ മുൻപിൽ കൊണ്ടുചെന്നു. അവനത് വീട്ടുവാൻ നിർവാഹമില്ലാതിരുന്നതുകൊണ്ട് അവനെയും ഭാര്യയെയും മക്കളെയും അവന്റെ സമസ്ത വസ്തുക്കളെയും വിറ്റ് കടം വീട്ടുവാൻ യജമാനൻ കൽപ്പിച്ചു. അപ്പോൾ സേവകൻ വീണ് നമസ്കരിച്ചുകൊണ്ട് പറഞ്ഞു, പ്രഭോ, എന്നോട് ക്ഷമിക്കണമേ, ഞാനെല്ലാം തന്നു വീട്ടിക്കൊള്ളാം. ആ സേവകന്റെ യജമാനൻ മനസ്സലിഞ്ഞ് അവനെ വിട്ടയക്കുകയും കടം ഇളച്ചു കൊടുക്കുകയും ചെയ്തു. അവൻ പുറത്തേക്കിറങ്ങിയപ്പോൾ തനിക്ക് 100 ദനാറ നൽകാനുണ്ടായിരുന്ന തന്റെ സഹസേവകരിൽ ഒരുവനെ കണ്ടുമുട്ടി. അവന്റെ കഴുത്ത് പിടിച്ച് ഞെരിച്ചുകൊണ്ട് അവൻ പറഞ്ഞു, എനിക്ക് തരാനുള്ളത് തന്നു തീർക്കുക. അപ്പോൾ ആ സഹസേവകൻ അവനോട് വീണപേക്ഷിച്ചു, എന്നോട് ക്ഷമിക്കണമേ, ഞാൻ തന്നു വീട്ടിക്കൊള്ളാം. എന്നാൽ അവൻ സമ്മതിച്ചില്ല. കടം വീട്ടുന്നതുവരെ സഹസേവകനെ അവൻ കാരാഗൃഹത്തിലിട്ടു. സംഭവിച്ചതറിഞ്ഞ് മറ്റു സേവകന്മാർ വളരെ സങ്കടപ്പെട്ടു. അവർ ചെന്ന് നടന്നതെല്ലാം യജമാനനെ അറിയിച്ചു. യജമാനൻ അവനെ വിളിച്ചു പറഞ്ഞു, ദുഷ്ടനായ സേവക, നീ എന്നോട് കേണപേക്ഷിച്ചതുകൊണ്ട് നിന്റെ കടമെല്ലാം ഞാൻ ഇളച്ചു തന്നു. ഞാൻ നിന്നോട് കരുണ കാണിച്ചതുപോലെ നീയും നിന്റെ സഹസേവകനോട് കരുണ കാണിക്കേണ്ടതായിരുന്നില്ലേ? യജമാനൻ കോപിച്ച് കടം മുഴുവൻ വീട്ടുന്നതുവരെ അവനെ കാരാഗൃഹ അധികൃതർക്ക് ഏൽപ്പിച്ചു കൊടുത്തു. നിങ്ങൾ സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കുന്നില്ലെങ്കിൽ എന്റെ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളോടും ഇതുപോലെ തന്നെ പ്രവർത്തിക്കും. സുവിശേഷ സാക്ഷികളായിടുവാൻ കൃപാഭിഷേകം വചനാഭിഷേകം ഈശോയെ ഞങ്ങൾ കേൾക്കണമേ. കൃപാഭിഷേകം വചനാഭിഷേകം ഈശോയെ ഞങ്ങൾ കേൾക്കണമേ. ക്രൂശിതന്റെ ഹൃദയവിചാരങ്ങൾ. ക്രൂശിതനെ കണ്ടു ഞാനിൻ പീഡകളിൽ, സ്നേഹിതനെ കണ്ടു ഞാനിൻ വേദനയിൽ. ക്രൂശിതനെ കണ്ടു ഞാനിൻ പീഡകളിൽ, സ്നേഹിതനെ കണ്ടു ഞാനിൻ വേദനയിൽ. എന്നെ വീണ്ടെടുക്കുവാൻ സ്രഷ്ടാവായ ദൈവം ഇളച്ചു തന്ന ധനാറകളുടെ വിലയറിയുമ്പോൾ മാത്രമേ മറ്റുള്ളവരെ രക്ഷിക്കുവാൻ ഞാൻ ഇളച്ചു കൊടുക്കേണ്ട ധനാറകളുടെ മൂല്യം തിരിച്ചറിയാൻ എനിക്ക് സാധിക്കുകയുള്ളൂവെന്ന് ക്രൂശിതൻ ഓർമ്മപ്പെടുത്തുന്നു. അന്ധകാരത്തിൽ ആണ്ടുപോയ മനുഷ്യകുലത്തെ രക്ഷിക്കുവാൻ തന്റെ ഏകജാതനെ കുരിശിൽ ബലിയായി നൽകിയതിനോളം വലിയൊരു ധനാറയും ഈ ലോകത്തിൽ ഇല്ല എന്ന സത്യം ഉൾക്കൊള്ളാൻ കഴിയുമ്പോൾ എനിക്ക് കടപ്പെട്ടിരിക്കുന്നവരുടെ തുച്ഛമായ ധനാറകൾ ഇളച്ചു കൊടുക്കുവാൻ എനിക്ക് കഴിയും. ഞാൻ ചെയ്തു പോകുന്ന അപരാധങ്ങളോട് ദൈവം കാരുണ്യം കാണിക്കുവാൻ മറന്നുപോയാൽ എന്റെ അസ്തിത്വത്തിന് ഒരു വിലയും ഉണ്ടാകുകയില്ല. തെറ്റു ചെയ്യുന്നവരോട് മറക്കാനും പൊറുക്കാനും പഠിക്കാനാണ് ഈ ലോകത്തിൽ ഏറ്റവും ബുദ്ധിമുട്ടേറിയ കാര്യം. എന്നാൽ കോടാനുകോടി മനുഷ്യരുടെ തെറ്റുകളും കുറ്റങ്ങളും പുറത്ത് അവരെ അതിരറ്റ് സ്നേഹിക്കുവാൻ ശ്രദ്ധാലുവായ ദൈവത്തിന്റെ മനസ്സറിയാൻ കഴിയുമ്പോൾ മാത്രമേ എന്നെ ദ്രോഹിച്ചവരോട് പരിഭവമില്ലാതെ പൊറുക്കുവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അവരെ സ്നേഹിക്കാനും എനിക്ക് കഴിയുകയുള്ളൂ. എന്റെ ബലഹീനതകൾക്ക് നേരെ കണ്ണടയ്ക്കുകയും
അവരെന്റെ കുറവുകളുടെ ധനാറുകൾ എണ്ണിക്കൊണ്ടിരിക്കുകയും തീക്ഷ്ണത കാണിക്കുന്ന എന്റെ നേരെ വിരൽ ചൂണ്ടുന്നതാണ് ഇന്നത്തെ സുവിശേഷം. നല്ല തമ്പുരാനെ, പാപിയായ എന്നോട് കാണിക്കുന്ന കാരുണ്യത്തെ ഓർത്ത് എപ്പോഴും നന്ദിയുള്ളവനായിരിക്കുവാനും അങ്ങയുടെ കരുണയുടെ മുഖം എന്റെ ജീവിതത്തിലൂടെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുവാനും എന്നെ നീ അനുഗ്രഹിക്കണമേ. ആമേൻ. യേശുവേ, നിൻ സ്നേഹത്തിൻ ആഴം കണ്ടു ഞാൻ. യേശുവേ, നിൻ ത്യാഗത്തിൻ ആഴം കണ്ടു ഞാൻ. നിത്യസ്തുതിക്കേറ്റം യോഗ്യമാം പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുമേ, സ്തുതിയും പുകഴ്ചയുമേ. കരുണാമയനും ജീവദാതാവുമായ ത്രിയേക ദൈവമേ, ഒരു പുതിയ പ്രഭാതവും നല്ലൊരു ദിവസവും നൽകി ഞങ്ങളെ അനുഗ്രഹിച്ച അങ്ങയുടെ അത്ഭുതകരവും അതിശയിപ്പിക്കുന്നതുമായ സ്നേഹത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഇന്നേ ദിവസം അങ്ങയുടെ തിരുവചനത്തിലൂടെ ഞങ്ങളുടെ ശരീരത്തിനും ആത്മാവിനും പുതുജീവനേകി. ഞങ്ങൾ വായിക്കുകയും കേൾക്കുകയും ധ്യാനിക്കുകയും ചെയ്ത വചനം ഞങ്ങളിൽ ഫലം ചൂടുവാൻ അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും നിന്റെ തിരുവിഷ്ടമനുസരിച്ച് ഞങ്ങളുടെ ജീവിതത്തിൽ നിറവേറ്റപ്പെടുമ്പോൾ അത് സന്തോഷത്തോടെ സ്വീകരിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അനുദിന ജീവിതത്തിൽ ഞങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ നിയോഗങ്ങളും, വിശിഷ്യ ജോലി നഷ്ടപ്പെട്ടവരെയും പലതരത്തിലുള്ള വേദനകൾ അനുഭവിക്കുന്നവരെയും രോഗങ്ങളിലൂടെ കടന്നു പോകുന്നവരെയും പലവിധ ജോലികൾ ലഭിക്കുന്നതിനായി പരീക്ഷകൾ എഴുതിയിരിക്കുന്നവരെയും പരീക്ഷകൾക്കായി ഒരുങ്ങുന്നവരെയും കുഞ്ഞുങ്ങളെ ലഭിക്കാൻ കാത്തിരിക്കുന്നവരെയും വിസ നഷ്ടപ്പെട്ട് ജോലിയില്ലാതെ നാട്ടിലേക്ക് തിരിച്ചു വരേണ്ടി വരുന്നവരെയും പലവിധ കാരണങ്ങളാൽ വേദനിക്കുന്ന മാതാപിതാക്കളെയും ഞങ്ങൾ ത്രിത്വേക ദൈവത്തിൻ്റെ സംരക്ഷണത്തിൽ ഭരമേൽപ്പിക്കുന്നു. പലതരത്തിലുള്ള മാനസിക സമ്മർദ്ദങ്ങളിലൂടെ കടന്നു പോകുന്നവരെയും പ്രത്യേകിച്ച് ആത്മഹത്യാ പ്രവണത ഉള്ളവരെയും തിരുക്കുരിശിൽ നിന്നൊഴുകുന്ന തിരുരക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കണമേ. സഹനങ്ങളിൽ അങ്ങയിലുള്ള വിശ്വാസം നഷ്ടപ്പെടാതെ പ്രതിബന്ധങ്ങളെ അതിജീവിക്കാനുള്ള വിശ്വാസവും മനക്കരുത്തും ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ വഴി നടത്തണമേ. കാലിത്തൊഴുത്തിലും കാനായിലും കാൽവരിയിലും ഈശോയ്ക്ക് കാവലായ പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും അമ്മയുടെ തിരുക്കുമാരനോട് അപേക്ഷിച്ച് ഞങ്ങൾക്ക് സാധിച്ചു തരണമേ. ആമേൻ. നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നിത്യസ്തുതിക്കേറ്റം യോഗ്യമാം പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുമേ, സ്തുതിയും പുകഴ്ചയുമേ.
ശോഭയേറും മുഖം. ഓ ഈശോ, തേടുകയില്ലിനി തിരയുകയില്ലിനി മറ്റൊരു സ്നേഹം ഞാൻ. നിന്നിലേക്കു മാത്രം നേത്രം ഞാൻ തുറന്ന നേരം, എന്നിലേക്കു മാത്രം നാഥൻ കൺ തുറന്ന നേരം, എന്റെ ഉള്ളം തേടും സ്നേഹം ഞാൻ നുകർന്ന നേരം, എന്റെ ഉള്ളം തേടും സ്നേഹം ഞാൻ നുകർന്ന നേരം. രാത്രിയിൽ മാത്രം ഞാൻ കണ്ടു മിന്നും താരകങ്ങൾ, ദുഃഖയാമങ്ങളിൽ കണ്ടു ശോഭയേറും മുഖം. കണ്ണെടുക്കാതെ എന്നെ നോക്കുന്ന ദൈവം കൂടെയില്ലേ, കാതടയ്ക്കാതെ എന്നെ കേൾക്കുന്ന ദൈവം കൂടെയില്ലേ, മാറി നിൽക്കാതെ മാറിൽ ചേർക്കുന്ന ദൈവം കൂടെയില്ലേ, കൈവലിക്കാതെ കൈ പിടിക്കുന്ന ദൈവം കൂടെയില്ലേ. ഓ ഈശോ, ക്രൂശിതനായി നീ, ഉദ്ധിതനായി നീ, സ്നേഹിതനായല്ലോ. ഓ ഈശോ, ക്രൂശിതനായി നീ, ഉദ്ധിതനായി നീ, സ്നേഹിതനായല്ലോ. സ്നേഹം മാത്രം തന്നോനെ നീ, ജീവൻ പോലും തന്നോനെ നീ. സ്നേഹം മാത്രം തന്നോനെ നീ, ജീവൻ പോലും തന്നോനെ നീ, ക്രൂശിൽ പോലും ക്ഷമിച്ചു നീ, അന്ത്യത്തോളം ലാളിച്ചു നീ. പാപമെല്ലാം മോചിച്ചു നീ, രക്ഷകനായി തീർന്നവനേ. പാപമെല്ലാം മോചിച്ചു നീ,
തളർന്നു ഞാൻ നിന്നെ പിരിഞ്ഞ സ്തുതികളിൻ മന്ത്രമായി സിരകളിൽ തന്ത്രിയായി രാപ്പകൽ ജീവരാഗമായി ഓർമ്മയിൽ സ്നേഹവസന്തമായി മയങ്ങും നേരം നിന്നെ വാഴ്ത്താൻ മനസ്സിനോട് പറഞ്ഞു ഞാൻ. തളർന്നു ഞാൻ നിന്നെ മറന്ന നാൾ, തകർന്നു ഞാൻ നിന്നെ പിരിഞ്ഞ നാൾ, നഷ്ടമായി ഏറെ നാൾ അകന്നു പോയതിനാൽ കഷ്ടമായി മോഹമായി തിരിഞ്ഞു നോക്കുമ്പോൾ പതിനായിരങ്ങളും പാടുന്നു തിരുനാഥനീശനെ വാഴ്ത്തുന്നു. 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 ആകാശം പോലെ വിശാലം നിൻ വാത്സല്യം, കടൽ പോലെ ഒഴുകുന്നു കർത്താവിൻ കാരുണ്യം. ആകാശം പോലെ വിശാലം നിൻ വാത്സല്യം, കടൽ പോലെ ഒഴുകുന്നു കർത്താവിൻ കാരുണ്യം. ആരാധിക്കാം ദൈവത്തെ, ആരാധിക്കാം ദൈവത്തെ, ആരാധിക്കാം ദൈവത്തെ എന്നുമെന്നും. ആരാധിക്കാം ദൈവത്തെ, ആരാധിക്കാം ദൈവത്തെ, ആരാധിക്കാം ദൈവത്തെ എന്നുമെന്നും. പതിനായിരങ്ങളും പാടുന്നു തിരുനാഥനീശനെ വാഴ്ത്തുന്നു. പതിനായിരങ്ങളും പാടുന്നു തിരുനാഥനീശനെ വാഴ്ത്തുന്നു.